ബീപ്പടിക്കും, പൈസ തീരുമ്പോ നെഞ്ചിടിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം. ദേഷ്യം മറച്ചു വെച്ച് ചിലരോടെങ്കിലും ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാരും അതിന്റെ ഉത്തരം ശരി എന്നായിരിക്കും ഉറപ്പായിട്ട്. എല്ലാവരും പെർഫെക്റ്റ്. അതിപ്പോ എന്നോടാണെന്നും എനിക്ക് മനസ്സിലായി. എന്റെ പഴയൊരു കാമുകിയെ കല്യാണം കഴിച്ചവനെ ഞാൻ കണ്ടപ്പോ അവനോട് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ചു. ശരി, ഇത് ഉണ്ടാക്കി പറഞ്ഞതല്ലോ അല്ലേ? അല്ലല്ല, സത്യസന്ധമായി. ഓക്കെ, ശ്വേതാജി. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, വെരി സ്ട്രിക്റ്റ് ഫാദർ, ആൻഡ് ഐ യൂസ് ടു ഹേറ്റ് ഹിം. ഞാൻ അച്ഛൻ മോളാണ്, പക്ഷെ ഞാൻ അച്ഛനെ ഭയങ്കര വെറുക്കാറുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്, അച്ഛൻ ആ മിലിറ്ററി റൂളായിരുന്നു. പക്ഷേ എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ അച്ഛനാണ് സൊസൈറ്റീൻ്റെ മുമ്പിൽ. ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, ഇറ്റ്സ് നോട്ട് എൻ ഏജ്, ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു ഹേറ്റ്. അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ ഫീൽഡിൽ നമുക്കെല്ലാം നമ്മുടെ കോ ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമുണ്ടാവണമെന്നത് നിർബന്ധമില്ല, പക്ഷേ ഐ ഹാവ് ടു ബി നൈസ്. ഓൾ റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം ഇതാ വരുന്നു. ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. അഖിലിനെ ശരിയാണ്, നീ വെക്കണമെന്നില്ല, മനസ്സിലാവും. ഓഫ് കോഴ്സ്. ശരി, അപ്പൊ എനിക്ക് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കാണ്, ശ്രീവിദ്യയിൽ നിന്ന് ആദ്യം തുടങ്ങാം. എക്സാം അല്ലാണ്ട് വേറെ എന്തിലാണ് നീ ഒളിഞ്ഞു നോക്കിയിരിക്കുന്നത്? ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ഒളിഞ്ഞു നോട്ടം എന്താ പറയാ, നമ്മള് റെസ്റ്റോറന്റിൽ പോയിട്ടിരുന്ന ഞാൻ അടുത്ത സീറ്റിലുള്ള ആൾക്കാർ എന്താണ് ഓർഡർ ചെയ്തതെന്ന് എനിക്കത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒളിഞ്ഞു നോക്കും. ഒളിഞ്ഞു നോട്ടോ? ശരി, അഖിൽ നിന്റെ കാണാൻ കൊള്ളാന്നുള്ള പെൺകുട്ടികളെ നമ്മള് എവിടെ ഒളിഞ്ഞു നോക്കോ? വീട്ടിൽ പോയി അവരറിയാതെ അവര് നോക്കൂല്ലോ, നമ്മൾ നോക്കുന്നു അവരറിയാൻ പാടില്ല. അത് വായ്നോട്ടമല്ലേ? ഒളിഞ്ഞു നോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, ഇങ്ങനെ പാത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നതിനായിരിക്കും ഒളിഞ്ഞു നോട്ടം. അപ്പൊ ഒളിഞ്ഞോട്ടം ഇല്ല. ഇപ്പൊ കേട്ടോണോ ശ്വേത ചേച്ചി? പറ ശ്വേത ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗോസിപ്പ്. ആരാരുടെ കൂടെ ഉണ്ട്, ആരാരുടെ കൂടെ പൊട്ടി, ആരാരുടെ കൂടെ ഉമ്മ വെച്ചു, ആരെവിടെ പോയി, ഇതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാതും ചെല്ലും അല്ലേ? കാത് എല്ലാം. ഞാൻ ഒഫീഷ്യലി പറയാണ്, ഐ ലവ് ഗോസിപ്പ്. ഞങ്ങൾക്ക് അടുത്തതായിട്ട് നമുക്ക് ആ മാനിനോട് ചോദിക്കാം. നോക്കി ആ സ്പെക്സ് ആ പകൽമാനിയനോടാണ്. അല്ല, ഞാൻ ഒളിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ശരിയെന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. പേരുകൾ പറയില്ല, വലിയ ബോളിവുഡ് ആക്ടേഴ്സ് ആണ്, പറയില്ല. അപ്പൊ ഞാൻ ഒരു പടം ചെയ്യാണ് US-ല്, ഒരു ഹീറോ ഒരു ഹീറോയിൻ, ഞാൻ സെക്കൻഡ് ലീഡ്. നമ്മളെല്ലാരും ഹീറോന്റെ റൂമിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നേ. അവരുടെ ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നു, അവര് ഒരേ ജാതി ആൾക്കാരായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഹീറോയിൻ പറഞ്ഞു, ഹീറോയിൻ ഇറങ്ങിപ്പോയി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹീറോ ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് ഒരു വയറിലൊരു എരിച്ചില്. ആളുടെ റൂമിലല്ലേ, അപ്പൊ ഇവരെന്തിനാ പുറത്തു പോണ്ടത്? നമ്മളല്ലേ പുറത്തു പോകേണ്ടത് അല്ലേ? അപ്പൊ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എനിക്കും പുറത്തു പോണം. പുറത്തു പോയി ഞാൻ മെല്ലെ മെല്ലെ മെല്ലെ. അപ്പൊ ഒരു 10 റൂം കഴിഞ്ഞാൽ റൈറ്റ് ലിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ടേൺ ചെയ്യല്, ഞാനിങ്ങനെ നോക്കുമ്പോ രണ്ടാളും ഉമ്മ വെക്കുകയാണ്. അയ്യേ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി. ഒരു സെക്കൻഡ്, ഗൂഗിൾ പ്ലീസ് ഗിവ് മീ ശ്വേത മേനോൻ ബോളിവുഡ് സിനിമ. അല്ല, സിനിമയില് കിസ് കാണുമെങ്കിലും പക്ഷെ ഇത് കാണുമ്പോ ഒരു പ്രത്യേകത. ചേച്ചിക്ക് നാണം തോന്നിയോ? നാണൊന്നും തോന്നിയില്ല, ചമ്മി നാറി. നാറിപ്പോയി. അടിപൊളി. ശരി, മാന്യൻ, പകൽ മാന്യൻ. അൽമാനിയനാണ്. സ്റ്റേജിലെ പ്രോഗ്രാം ഈ കറക്റ്റ് കണ്ടു, ക്വാർട്ടർ ഫോം ഫ്രണ്ട് കറക്റ്റ് ഇട്ടേക്കും, അതിന്റെ സൈഡിൽ ക്വാർട്ടർ ഫോം കാണും. അപ്പൊ പരിപാടി ചിലപ്പോൾ 10 മണിക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതിനു മുമ്പേ കറക്റ്റ് താത്തിട്ടേക്കില്ല. അപ്പൊ ഈ ആൾക്കാർ വന്നെങ്കിൽ ഇരിക്കും, ഫില്ലാവും ജനം. അപ്പൊ പെമ്പിള്ളാരൊക്കെ വന്ന് ഫ്രണ്ടിൽ അങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഈ സമയത്ത് ഒരു ലൈറ്റ് വർക്കറിന്റെ സൈഡിൽ കൂടെ ചെന്നിട്ട് ഈ കറക്റ്റ് ഇങ്ങനെ നീക്കിയിട്ട് നോക്കും, പിള്ളേരുണ്ടാന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ മറ്റേ ലൈറ്റ് വർക്ക് കറക്റ്റ് ഇട്ടാണ് സമ്മതിക്കില്ല പുള്ളി. ഇല്ല, ഒരു മിനിറ്റ്, കുറച്ച് കളേഴ്സ് ഇരിക്കുമായിരിക്കും പിള്ളേർ, ഉത്സവമല്ലേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പിള്ളേരായിരിക്കും. അത് കൊള്ളാം അല്ലേ, നീല. അപ്പൊ പുള്ളി എന്ത് അല്ല നീല കൊള്ളാം കേട്ടോ, അതെന്റെ ആണെന്ന്, അത് പുള്ളിയുടെ ആണെന്ന്. ആ ശരി, എങ്കിൽ ആ പച്ച കുഴപ്പമില്ല, അത് രണ്ടും എന്റെ ആണെന്ന്.
ഡയനയ്ക്കും ഇതുപോലത്തെ റെസ്റ്റോറന്റിലെ സിറ്റുവേഷൻ ആണോ? അതായത് ഇപ്പം ശ്വേത ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പം ആരെങ്കിലൊക്കെ നമ്മുടെ സംശയത്തിന് നിഴലാണെങ്കിൽ നമ്മുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഒളിഞ്ഞു നോക്കാണ്ടല്ല നമുക്ക് അവരുടെ ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്യാറുണ്ട്. എങ്കിൽ അടുത്ത രസകരമായ ചോദ്യം ഇതാ വരുന്നു. 3-ൽ കൂടുതൽ ദിവസം കുളിക്കാതിരുന്നിട്ടുണ്ട്. ദൈവമേ, എല്ലാ ദിവസവും കുളിക്കുന്നതാണ്. എനിക്ക് കുളിയുടെ അസുഖമുണ്ട്. കുളിയുടെ അസുഖം? ഒരു ദിവസം ഞാൻ വേനൽക്കാലമാണെങ്കിൽ 5 തവണ കുളിക്കും. വിന്റർ ടൈം ആണെങ്കിൽ, ഡിസംബറിലാണെങ്കിൽ കിണറുണ്ട് സ്വന്തമായിട്ട്, വറ്റാത്ത കിണർ. അപ്പൊ എല്ലാ ദിവസവും കുളിക്കും. ഒരു ദിവസം 5 നേരം. ഈ വിദ്യാരെ വണ്ടി പോണ കണ്ടിട്ടുണ്ടോ? ഫ്രണ്ടില് കാറും ബാക്കിൽ വാട്ടർ ടാങ്ക്. ശരി, ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു ഹെയർ വാഷ് ആയിരിക്കും ചെയ്യില്ല എന്നുള്ളൊരു ഞാനൊക്കെ ഇപ്പൊ ഒരു ആഴ്ച കൂടുതൽ കുളിക്കാതിരുന്നിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. തല കുളിച്ചാൽ അപ്പോ ക്യാരക്ടർ മാറും. ബിക്കോസ് നമ്മളുടെ ഒരുപാട് ഇപ്പോ ഡേർട്ടി ആയ ക്യാരക്ടറോ അല്ലാതെ എന്തെങ്കിലും നമ്മളെ ഫൈറ്റ് സീക്വൻസ് നടക്കുകയാണ്, ഒരു കാര്യം ഇപ്പൊ 5 ദിവസം ഫൈറ്റ് നടക്കണ്ടെങ്കിൽ ഒരു കാരണവശാലും തല കഴുകാൻ പറ്റില്ല. തലേന്റെ ആ ഒരു ചളിയും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. ചെയ്തേ പറ്റൂ, അത് വെച്ചേ പറ്റൂ. അടുത്ത ഞാൻ ബോർഡിന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ സ്റ്റേജിൽ നിൽക്കുന്ന ആള് ശരിയാണോ തെറ്റാണോ? തെറ്റെന്ന് കാണിക്കും. അറിയാം, അതേ കാണിക്കുള്ളൂ എന്നുള്ളത് അറിയാം. എന്തായിരിക്കും ഒറ്റ കാര്യം പറയാനുള്ളൂ. Why so serious? Comedy Masters Lady full on fire.